കൃഷിവകുപ്പിന്റെ ഉന്നതതല യോഗങ്ങൾ ലൈവായി ജനങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയത്തക്ക വിധമാക്കാൻ ഉദ്ദേശിക്കുന്നതായി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരമല്ലൂർ പാടശേഖരത്തിലെ അടിസ്ഥാന സൗകര്യ വികസനവും നീർച്ചാലുകളുടെ സംരക്ഷണവും പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ആധിപത്യമായി മാറാൻ പാടില്ലെന്നും ജനാഭിപ്രായം പരിഗണിക്കണമെന്നും മന്ത്രി പറഞ്ഞു. നെല്ല് ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ പരിമിതികൾ ഉണ്ടെങ്കിലും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിൽ സ്വയം പര്യാപ്തമാകാൻ സംസ്ഥാനത്തിന് ശേഷിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ മുമ്പിൽ ചില പ്രതിസന്ധികളെല്ലാം ഉണ്ടാവാറുണ്ട്. നമുക്കിത് നിങ്ങളുടെ കേട്ട് കാണും. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്, RIDF എന്നൊരു വാക്കടക്കെല്ലാം പറഞ്ഞത് ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു വായ്പ എടുക്കുന്നതാണ്. മേടിക്കുന്ന പൈസയെല്ലാം ഉണ്ട് കാര്യത്തിനകത്ത്. ഇതിന് അവാർഡ് തരുമ്പോൾ ഒരുപാട് നിബന്ധനകൾ ഏർപ്പെടും. ചിലപ്പോൾ ഇപ്പോൾ വരുന്നതെല്ലാം 50 കോടിക്ക് മുകളിലുണ്ടെങ്കിൽ മതി. നമുക്കത് 1 കോടി രൂപ മതിയായിരിക്കും. അതുപോലെ 50 ലക്ഷം രൂപ മതിയായിരിക്കും. ഒരു തോടൊന്ന് വൃത്തിയാക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ണൊക്കെ എടുത്ത് റെഡിയാക്കി 2 വശവും കെട്ടി സംരക്ഷിക്കാമെങ്കിൽ, ഒരു തോട് സംരക്ഷിക്കാമെങ്കിൽ അവിടുത്തെ കൃഷി നടക്കും. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭ വിജയൻ, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ EK ശിവൻ, CPI പ്രതിനിധി PK രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന കർഷകൻ VA തങ്കപ്പൻ, വേമ്പനാട്ടുകായൽ നീന്തിക്കടന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി അഫ്സൽ ദയാൽ അമീർ എന്നിവരെ മന്ത്രി ആദരിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മലയാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബെൻസി ജോയി 25,000 രൂപയുടെ ചെക്ക് മന്ത്രി പി പ്രസാദിന് കൈമാറി. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.